വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർക്ക് വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പ് കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. ആ ടൗൺഷിപ്പ് സന്ദർശിക്കുന്ന ഘട്ടത്തിൽ അവിടെ അതിൻ്റെ ഗുണഭോക്താക്കളിൽ ഒരാൾ കൂടിയായ ഇന്ന് ചോർന്നൊലിക്കുന്നതായ വിവാദങ്ങളിൽ ഇടം പിടിക്കപ്പെട്ടിട്ടുള്ള ഒന്നാം ഫേസിലെ 8-ാം നമ്പർ വീട്ടുടമസ്ഥൻ കൂടിയായ KT നൗഫലും ഞങ്ങളോടൊപ്പം തന്നെ ആ ഘട്ടത്തിൽ ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഘട്ടത്തിലുണ്ടായിരുന്നു. അവിടെ മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൗഫലിൻ്റെ അഭിപ്രായം പറയുന്നത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ 2 ദിവസങ്ങളായി നൗഫലിന് നേരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് CPM-ൻ്റെയും DYFIയുടെയും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നൗഫൽ വയനാട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ 16ഓളം കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. വിദേശത്ത് ജോലി ചെയ്തൊരു ഭവനമുണ്ടാക്കിയിട്ട് അതിലൊരു ദിവസം പോലും താമസിക്കാൻ പോലും സാധിക്കാത്ത വിധം ആ ഭവനം തന്നെ അപ്പാടെ തകർന്നുപോയി. കയ്യിലുണ്ടായിരുന്നതും ബന്ധുമിത്രാദികളും കൈവശമുണ്ടായിരുന്ന പണവും വീടും എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹതഭാഗ്യനായ ഒരു മനുഷ്യനാണ്. അവിടെ അത്തരത്തിൽ ആ ദുരന്തത്തിൻ്റെ ഭാഗമായി ദുരിതം അനുഭവിക്കുന്ന ഒട്ടനവധിയായ ആളുകളുണ്ട്. അവരുടെ ഒരു പ്രതിനിധിയാണ് നൗഫൽ എന്ന് പറയുന്നത്. ആ നൗഫലിന് സർക്കാർ ഭവനം വെച്ച് കൊടുക്കുന്നത് DYFIയുടെ ഔദാര്യമാണ്, അല്ലെങ്കിൽ CPM-ൻ്റെ ഔദാര്യമാണ് എന്നുള്ള രീതിയിലാണ് ഇന്നലകളിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടായത്. നൗഫലിൻ്റെ വീടിന് ചോർച്ചയുണ്ട് എന്ന കാര്യം നൗഫൽ പറഞ്ഞതിൻ്റെ പേരിൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നാണ് DYFIക്കാരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൗഫലിൻ്റെ ഭവനത്തിലാണ് അന്ന് രാവിലെ മന്ത്രി K രാജൻ വന്ന് ടേബിളിട്ട് മുകളിലേക്ക് കയറി ഉരച്ചു നോക്കി പരിശോധിച്ചത്. മന്ത്രി രാജൻ പറഞ്ഞത് ചോർച്ചയില്ല എന്നുള്ളതാണ്. അങ്ങനെ ഉരച്ചു നോക്കി ചോർച്ചയില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള എന്തെങ്കിലും ഒരു ടെക്നിക്കൽ എക്സ്പേർട്ടാണോ ഈ കേരളത്തിൻ്റെ മന്ത്രി എന്ന് പറയുന്നത്? അതിന് ടെക്നിക്കൽ എക്സ്പേർട്ടായിട്ടുള്ള ആളുകളാണ് പറയേണ്ടത്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ടെക്നിക്കൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ തന്നെ പറഞ്ഞു, അവിടെ ക്രാക്ക് ഉണ്ട്, വിള്ളലുണ്ട്, ലീക്കേജ് ഉണ്ടായിരുന്നു, ഞങ്ങളത് പരിഹരിക്കാൻ വേണ്ടുന്ന നടപടിക്രമങ്ങളാണ് എടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ആളുകൾ പറഞ്ഞതിന് ശേഷമാണ് മന്ത്രി വന്ന് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്, ഉരച്ചു നോക്കുന്നത്, മഷിമാക്കുന്നത്. അവിടെ 2 പേന കൊണ്ട് വരച്ചതുപോലെ 2 മാർക്ക് കാണാം. അത് വിള്ളലല്ല എന്നുള്ളതാണ് ഇവർ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് നടുക്കാണ് വെള്ളം ലീക്ക് ചെയ്തതിൻ്റെ ഭാഗമായി അവിടെ ഇത്തരത്തിലൊരു വിള്ളൽ പോലെ രൂപപ്പെട്ട ഭാഗം ഉണ്ടായിരുന്നത്. അത് മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 2 ഭാഗത്തും പേന കൊണ്ട് വരച്ചിരുന്നത്. ആ പേന കൊണ്ട് വരച്ച ഭാഗമാണ് മന്ത്രി കയറി സാൻഡ് പേപ്പർ കൊണ്ട് മാച്ച് കളഞ്ഞതും അല്ലെങ്കിൽ അവിടെ ലീക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്. അങ്ങനെ അദ്ദേഹം ഇന്ന് രാവിലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇത് ഇത്തരത്തിൽ കയറി പരിശോധന നടത്തിയത് ബോധ്യപ്പെടുത്താനാണെന്നുള്ളത്. ആരെ ബോധ്യപ്പെടുത്താനാണ്? ഏറ്റവും ചുരുങ്ങിയ പക്ഷം ബോധ്യപ്പെടുത്തേണ്ടത് നൗഫലിനെയാണ്. കാരണം സർക്കാർ അതിൻ്റെ പട്ടയം നൗഫലിന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൈമാറിയതാണ്. അപ്പോൾ ഇപ്പോൾ തത്വത്തിൽ ആ വീടിൻ്റെ ഉടമസ്ഥൻ നൗഫലിനെയാണല്ലോ അത് ബോധ്യപ്പെടുത്തേണ്ടത്. എന്നാൽ നൗഫലിനോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല. അവിടെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറിയോട് പറഞ്ഞു, ഇത് ക്രാക്കല്ല, ഇത് വിള്ളലല്ല, ചോർച്ചയില്ല, എനിക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് മടങ്ങിപ്പോരുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഒരു വലിയ പ്രചരണത്തെ ഇല്ലാതാക്കിയിരിക്കുകയാണ് എന്ന് സമൂഹ മാധ്യമത്തിൽ വലിയ രീതിയിൽ ആഘോഷിച്ചു. ഞങ്ങൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ നൗഫലിനെ ബന്ധപ്പെട്ടു. ആ വീടിൻ്റെ ഉടമസ്ഥൻ എന്ന നിലയ്ക്കാണ് നൗഫലിനെ ബന്ധപ്പെട്ടത്. നൗഫൽ മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നെന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട് കയറി കണ്ടു. പരിശോധിക്കാൻ ഞങ്ങൾ എക്സ്പേർട്സ് അല്ല. അദ്ദേഹത്തിൻ്റെ ആശങ്ക അവിടെ കേട്ടു. അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചു. മന്ത്രി വന്ന് എന്താണ് ചെയ്തതടക്കമുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞു. മാധ്യമങ്ങളെ കണ്ടപ്പോൾ മാധ്യമങ്ങൾ എന്നോട് ചോദിക്കുന്നത് പോലെ തന്നെ നൗഫലിനോടും കാര്യങ്ങളെ പറ്റി ചോദിച്ചു. നൗഫൽ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പോൾ നൗഫൽ പറഞ്ഞൊരു പദമാണ് ഇവിടെ വലിയ രീതിയിൽ CPI-ക്കാരും AYFIക്കാരും DYFIക്കാരും CPM-മാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മന്ത്രി കിളി പോയ പോലെ പെരുമാറി എന്ന് നൗഫൽ പറഞ്ഞു എന്നുള്ളതാണ്. അത് വളരെ മോശമായി പോയി എന്നൊക്കെ വലിയ രീതിയിൽ നൗഫലിനെതിരെ ആക്രമണം നടക്കുകയാണ്. നമുക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പറഞ്ഞത് പരനാറി എന്നും ചറ്റത്തരമെന്നും ഒക്കെയുള്ള വലിയ പദപ്രയോഗങ്ങൾ നടത്തിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ സ്വാഭാവിക ഭാഷാ പ്രയോഗം എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന ആളുകളാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ. നൗഫൽ ഒരു സാധാരണക്കാരനാണ്, ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ്. അവിടെ ആ ഭവനവുമായി ബന്ധപ്പെട്ട കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ നൗഫലിൻ്റെ പ്രതികരണം ഒന്നുപോലും എടുക്കാതെ പോയ മന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സംസാര രീതിയിൽ ഒരു വാക്ക് പറഞ്ഞു പോയതിന് ഇത്രത്തോളം ആക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ? ആ കുടുംബത്തിലെ 16 പേരോടൊപ്പം നീയും മരണപ്പെട്ടു പോകണമായിരുന്നു എന്ന് DYFIയുടെ ഹാൻഡിലുകളിൽ നിന്ന് സോഷ്യൽ മീഡിയക്കകത്ത് പറയുന്നത് ഒരു മര്യാദയുള്ള വർത്തമാനമാണ്. DYFIക്ക് ആരാണ് ഇത്തരത്തിൽ ഇങ്ങനെ സൈബർ ലിഞ്ചിങ് നടത്താനുള്ള അവകാശം കൊടുത്തിട്ടുള്ളത്? അവിടെ സർക്കാർ കൊടുക്കുന്ന ഭവന പദ്ധതിയിൽപ്പെടുന്ന ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അവിടെയൊക്കെ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞു വരാൻ DYFI ആരെ കേരളത്തിലെ പോലീസ് എങ്ങാനാണ്? അല്ലെങ്കിൽ DYFI സർക്കാരിൻ്റെ പോലീസ് സംവിധാനം ഏറ്റെടുത്ത് നടക്കുകയാണ്? DYFI പേടിച്ചിട്ട് വേണോ വയനാട്ടിലെ ദുരന്ത ബാധിതരായ ആളുകൾക്ക് ഒരു അഭിപ്രായം പറയാൻ? എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറയും ഞങ്ങളും
ഇതിന്റെ ഭാഗമായിരുന്ന ആളുകളാണ്. നിങ്ങൾ മാത്രമല്ലല്ലോ, എത്രയോ സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായി. കർണാടക സർക്കാർ ഉൾപ്പെടെ സർക്കാരിന്റെ CMDRFിലേക്ക് പണം കൊടുത്ത ആളുകളല്ലേ. അപ്പോൾ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുത്ത 788 കോടി രൂപ കൈവശം വെച്ച് 2 വർഷക്കാലം കാലതാമസം വരുത്തി അവിടെ ഭവന നിർമ്മാണം നടത്തിക്കൊണ്ട് ഇപ്പോഴും പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, ഒരാൾക്ക് പോലും കൈമാറിയിട്ടുമില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ ഡിവൈഎഫ്ഐക്കാരൻ എന്തിനാണ് ഇത്രമേൽ ചോദിക്കുന്നത്? ഇന്നലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ പോയി, അദ്ദേഹത്തെ മാധ്യമങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തു, ചുമരിലെ വിള്ളലും കാണിച്ചു കൊടുത്തു. ഞാൻ കടന്നു ചെല്ലുന്ന സമയത്ത് അവിടെ റൂഫിലെ വിള്ളലാണ് ഞങ്ങളെല്ലാവരും കണ്ടതെങ്കിൽ ചുമരിലെ വിള്ളൽ കൂടി മാധ്യമങ്ങൾ ഉൾപ്പെടെ കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹത്തിന് തർക്കിക്കാൻ ന്യായമില്ലാതെ പറഞ്ഞ് പ്രയാസപ്പെടുന്ന കാഴ്ച കണ്ടു. പിന്നെ പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ വന്നുപോയി, നാളെ മുതൽ ഡിവൈഎഫ്ഐക്കാരെ കാണുമ്പോൾ മുണ്ടഴിച്ചിട്ട് അവരെ ബഹുമാനിക്കണം എന്നുള്ളതാണ് പിന്നെ വസീഫ് ഇന്നലെ പറഞ്ഞൊരു നിർദ്ദേശം. എനിക്ക് വസീഫ് ഒരു കാര്യം വ്യക്തത വരുത്തി തന്നാൽ മതി. ഈ ഡിവൈഎഫ്ഐക്കാരെ കാണുമ്പോൾ ഏത് രീതിയിലാണ് ബഹുമാനിക്കേണ്ടത്? നരേന്ദ്രമോദിയെ കാണുമ്പോൾ പിണറായി വിജയൻ മുണ്ടഴിച്ചിട്ട് താളയിലടിക്കുന്ന രീതിയിൽ ബഹുമാനിക്കുന്ന രീതിയിൽ ഭവ്യതയോടുകൂടി ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിക്കാൻ മാത്രം എന്ത് മേന്മയാണ് കേരളത്തിലെ ഡിവൈഎഫ്ഐക്ക് ഉള്ളത്? ഇവിടെ പറയുന്നുണ്ടല്ലോ, വയനാട് ജനങ്ങൾക്ക് വേണ്ടി 20 കോടി സമാഹരിച്ച ആളുകളാണ് ഞങ്ങളെന്ന്. ആ 20 കോടി സമാഹരിച്ച് 2025 മാർച്ച് മാസം കേരളത്തിന്റെ CMDRF അക്കൗണ്ടിലേക്ക്, മുഖ്യമന്ത്രിയുടെ CMDRFിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറിയെന്ന് മുഖ്യമന്ത്രിയെ സാക്ഷി നിർത്തി പറഞ്ഞ്, എന്നിട്ട് 1 വർഷക്കാലം ആ പണം കൈവശം സൂക്ഷിച്ച് അതിന്റെ പലിശയും വാങ്ങി ആ പണം ഇപ്പോഴും കൈമാറാതെ ഊരാളുങ്കൽ സൊസൈറ്റിയെ കൊണ്ട് അവരുടെ CSR ഫണ്ട് കൈമാറി കേരളത്തെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് നിൽക്കുന്ന ഡിവൈഎഫ്ഐക്കാരെ കാണുമ്പോൾ ആര് ബഹുമാനിക്കണം എന്നുള്ളതാണ് വസീഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സാധാരണക്കാരനായ ഒരാൾ, എല്ലാവരും നഷ്ടപ്പെട്ട് നിരാലംബരായി നിൽക്കുന്ന ഒരു മനുഷ്യനോട് കേട്ടാൽ ഇറക്കുന്ന ഭാഷയിൽ സൈബർ ലിഞ്ചിങ് നടത്തുന്ന ഡിവൈഎഫ്ഐക്കാരെ കേരളത്തിൽ ആരെങ്കിലും ബഹുമാനിക്കേണ്ട കാര്യമുണ്ടോ? ഒരു മര്യാദയുള്ള മനുഷ്യന്മാരാണോ അവരൊക്കെ? ഒരു മനുഷ്യത്വമുള്ള പെരുമാറ്റമാണോ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്? അത്തരത്തിൽ നൗഫലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു അനുഭവം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മലയാളത്തിന്റെ പ്രമുഖ നടൻ മമ്മൂട്ടി അവിടെ മുണ്ടക്കൈ ചൂരൽമല സന്ദർശനം നടത്തി. അന്ന് CPM ജില്ലാ സെക്രട്ടറിയുടെ പെരുമാറ്റത്തിലുള്ള ഒരു അസൗകര്യം അദ്ദേഹം രേഖപ്പെടുത്തിയതിന്റെ പേരിൽ 2 ദിവസക്കാലം മമ്മൂട്ടിക്ക് നേരെ സൈബർ ലിഞ്ചിങ് നടത്തി. അവസാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ വന്ന് മമ്മൂട്ടിയോട് മാപ്പ് പറയേണ്ട ഘട്ടം വന്നു. മമ്മൂട്ടിക്ക് അവിടെ നഷ്ടപ്പെട്ടത് വെറും മണിക്കൂറുകൾ മാത്രമാണ്. അവിടേക്ക് യാത്ര ചെയ്തതോ അല്ലെങ്കിൽ അവിടെ ചെലവഴിച്ചതുമായ മണിക്കൂറുകൾ മാത്രമാണ്. നൗഫലിന് നഷ്ടപ്പെട്ടത് തന്റെ കുടുംബത്തിലെ 16ഓളം ജീവനുകളാണ്. നൗഫലിന് നഷ്ടപ്പെട്ടത് അവന്റെ വിശ്വാസമാണ്. സർക്കാർ കൊടുക്കുന്ന ഭവനത്തിൽ ആത്മവിശ്വാസത്തോടു കൂടി ചോർച്ചയില്ലാതെ പരാതികളില്ലാതെ കിടന്നുറങ്ങാൻ കഴിയുമെന്ന വിശ്വാസമാണ് നഷ്ടപ്പെട്ടത്. ആ നൗഫലിനെ ഈ രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. മമ്മൂട്ടിക്കും നൗഫലിനും കേരളത്തിനകത്തുള്ളത് ഒരേ അവകാശമാണ്. മമ്മൂട്ടിയോട് മാപ്പ് പറയാമെങ്കിൽ ഡിവൈഎഫ്ഐയുടെ സൈബർ ലിഞ്ചിങ് നടത്തുന്ന ഈ ഗുണ്ടാ സംഘത്തിന്റെ പേരിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നൗഫലിനോട് മാപ്പ് പറയാൻ വേണ്ടി തയ്യാറാകണം. ആ പ്രവർത്തനങ്ങൾക്കെല്ലാം ആഹ്വാനം ചെയ്തുകൊണ്ട് കടന്നുപോയ വസീഫും ആ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ കാരണക്കാരനാകുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന മന്ത്രി K. രാജനും നൗഫൽ എന്ന് പറയുന്ന ആ ദുരന്ത ബാധിതനോട് മാപ്പ് പറയാൻ തയ്യാറാകണം.